എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ ഇതുവരെ സാക്ഷാൽ ഗുരുവായൂരപ്പനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ 8ാമത്തെ അവതാര ലീലകളാണ് നമ്മൾ കണ്ടത്. മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായ ബുദ്ധാവതാരത്തിന് ശേഷം ഇനി ലോകം കാത്തിരിക്കുന്നത് 10ാമത്തെയും അവസാനത്തെയും അവതാരത്തിനായാണ്. അതാണ് സാക്ഷാൽ കൽക്കി അവതാരം. കലിയുഗത്തിൻ്റെ അന്ധകാരം നീക്കാൻ ഭഗവാൻ എപ്പോൾ വരും? എവിടെയാണ് ജനിക്കുക? കൽക്കി പുരാണത്തിലെ ആ അത്ഭുത രഹസ്യങ്ങളുടെ 1ാം ഭാഗത്തിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. കലിയുഗത്തിൻ്റെ അവസ്ഥ. കലിയുഗം അതിൻ്റെ പരകോടിയിൽ എത്തുമ്പോൾ ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. മനുഷ്യരിൽ നിന്നും നന്മയും സത്യവും പൂർണ്ണമായി ഇല്ലാതാകും. പ്രകൃതി പോലും മനുഷ്യൻ എതിരായി മാറും. പുണ്യനദികൾ വറ്റിവരളും. ലോകം മുഴുവൻ അധർമ്മം നിറയുമ്പോൾ നല്ലവരായ ഭക്തരെ സംരക്ഷിക്കാൻ ഭഗവാൻ വീണ്ടും അവതരിക്കേണ്ടി വരും. ഭഗവാന്റെ ജനന രഹസ്യം. ഈ പുരാണങ്ങൾ അനുസരിച്ച് ഉത്തരേന്ത്യയിലെ ശംഭല എന്ന പുണ്യഗ്രാമത്തിലാണ് ഭഗവാൻ ജനിക്കാൻ പോകുന്നത്. വിഷ്ണുയശസ് എന്ന പരംഭക്തനായ ബ്രാഹ്മണന്റെ മകനായി കൽക്കി ജനിക്കും. കയ്യിൽ തിളങ്ങുന്ന ദിവ്യമായ വാളേന്തി ദേവദത്തം എന്നു പേരുള്ള വെളുത്ത കുതിരപ്പുറത്തായിരിക്കും ഭഗവാന്റെ വരവ്. കൽക്കി ഭഗവാന്റെ ഗുരു ആരായിരിക്കുമെന്ന് അറിയാമോ? ചിരഞ്ജീവിയായ സാക്ഷാൽ പരശുരാമൻ ആയിരിക്കും ഭഗവാന് ആയോധനകലകൾ ഉപദേശിക്കുക. കലിയുഗത്തിലെ ദുഷ്ടശക്തികളെയും അധർമ്മത്തെയും വേരോടെ പിഴുതെറിയുക എന്നതായിരിക്കും ഈ അവതാരത്തിൻ്റെ ആദ്യ ലക്ഷ്യം. അധർമ്മത്തിൻ്റെ അന്ധകാരം എത്ര കൂടിയാലും ഒടുവിൽ ലോകത്തെ രക്ഷിക്കാൻ ഭഗവാൻ കൽക്കിയായി വരുമെന്നത് ഉറപ്പാണ്. കൽക്കി ഭഗവാന്റെ യുദ്ധങ്ങളെക്കുറിച്ചും കലിയുഗത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും അടുത്ത ഭാഗത്തിൽ നമ്മൾ വിശദമായി പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള പുരാണ കഥകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. ഒപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.